ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനിൽ അഗസ്റ്റിൻ എന്നാണ്. ഞാൻ അറ്റ്ലാന്റ ജോർജിയയിൽ നിന്നാണ് വരുന്നത്. ഒറിജിനലി ഐ എം ഫ്രം രാമപുരം ആൻഡ് ദെൻ നൗ സിൻസ് മൈ പേരൻസ് ആർ സെറ്റിൽഡ് ഇൻ കണ്ണൂർ, ഞാനൊരു കണ്ണൂരുകാരനാണ്, തലശ്ശേരി രൂപതക്കാരനാണ്. ഞാൻ എസ് ബിയിൽ പ്രീ ഡിഗ്രിക്കാണ് പഠിച്ചത്. സെക്കൻഡ് ഗ്രൂപ്പ് 1986 മുതൽ 88 വരെയുള്ള ബാച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്നെക്കുറിച്ച് പറയാനായിട്ട് I'm a management graduate from Gujarat University BK School of Management, and later I started my business in human resources in India, and then immigrated to America in 2006. I and my wife are teachers in the public school system of Georgia. I'm based at Atlanta, southern Atlanta. I have a small business as well simultaneously. My business name is Rathar, Rural Agricultural Development Training and Research, RADHAR. RADHAR എന്ന സംരംഭം നമ്മൾ പ്രവാസികൾക്കും നാട്ടിലുള്ള സഹോദരങ്ങൾക്കും ഒരേപോലെ സംരംഭകത്വം, റൂറൽ ആൻഡ് അർബൻ സംരംഭകത്വം ബിസിനസ്സുകൾ തുടങ്ങാനായിട്ട് കാർഷിക അനുബന്ധമായ ബിസിനസ്സസ് തുടങ്ങാനായിട്ട്, അതായത് നമ്മൾ പ്രവാസികൾക്ക് നാട്ടില് ഉള്ള പൈതൃക സമ്പത്ത് സംരക്ഷിക്കുന്നതിനും പൈതൃക സമ്പത്തിൽ നിന്ന് പ്രവാസികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പ്രൊഫഷണൽ ഇൻഫ്രാസ്ട്രക്ചർ നാട്ടിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച് നമ്മൾക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും സ്റ്റാർട്ടപ്പ് കേരളയുടെയും കേന്ദ്ര കാർഷിക സർവകലാശാലയുടെയും അതുപോലെ തന്നെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ, കാർഡ്സ് തൊടുപുഴ പോലെയുള്ള NGOകളുടെയും പാർട്ണർഷിപ്പും ഒക്കെ ഉണ്ട്. ഈ ഒരു കാര്യം നമ്മൾ പ്രവാസികളോട്, നമ്മളുടെ കോളേജ് അലുമിനി സഹോദരങ്ങളോട് പറയാനായിട്ട് എനിക്ക് അവസരം തന്ന ശ്രീ സെനി ചേട്ടായിക്ക് ഒത്തിരി നന്ദി. നമസ്കാരം. താങ്ക് യു സാർ. സാറ് ഈ സാറിന് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞതിന്റെ ഒന്നുകൂടെ പറയാ പേര്? rathar.com. RADTAR. RADTAR.com എന്ന വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വിശദ വിവരങ്ങൾ ലഭിക്കും. അത് തുടങ്ങാനുള്ള ഒരു what was that inspiration? Inspiration was finding a solution for my own problem. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് മലബാറിലുള്ള പപ്പയും മമ്മിയും പോയി. ഇപ്പം പപ്പയുടെ അനിയനുള്ളിടത്തോളം കാലം പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രവാസിയായ ഞാൻ എനിക്ക് നാട്ടിലത്തെ കാര്യങ്ങളും തോട്ടങ്ങളും ഒക്കെ നോക്കാനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നോക്കാനായിട്ടുള്ളൊരു ടെക്നോളജിക്കൽ സൊല്യൂഷനാണ് അതാട്ട്. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ പറമ്പും കാര്യങ്ങളും നോക്കാൻ ആരുമില്ല എന്നുള്ള ഗതികേട് കൊണ്ട് നമ്മുടെ പറമ്പുകളും കാര്യങ്ങളും ഒക്കെ വിറ്റുപോവുകയാണ്. നമ്മുടെ സമുദായം ശോഷിക്കുകയാണ്. നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് പീപ്പിൾ ബട്ട് ഇൻ ടേംസ് ഓഫ് വെൽത്ത് ആസ് വെൽ. നമ്മുടെ സമുദായത്തിന്റെ സ്വത്ത് മുഴുവനും അന്യവൽക്കരിക്കപ്പെടുകയാണ്, അന്യരുടെ കയ്യിലേക്ക് പോവുകയാണ്. അത് എന്റെ കുടുംബത്തിലുണ്ടായിരുന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ എന്റെ പാർട്ണർ ജോയ്സ്, ഹീസ് ബേസ്ഡ് ഇൻ റാന്നി, ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരൻസ് ഇവിടെ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ നേഴ്സാണ്, എൻക്ലെക്സ് പാസ്സായ നേഴ്സാണ്. എന്നിട്ടും നാട്ടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജോയ്സ് ശ്രമിക്കുന്നു. നമ്മള് ജോയ്സിന്റെ കൃഷിയോടും അതുപോലെ തന്നെ നമ്മുടെ ഡയാസ്പൊറയോടുമുള്ള അതേ ഒരു പ്രവാസിയായിരുന്നു. ഇസ്രായേൽ ഗവൺമെന്റിലും അതുപോലെ തന്നെ ദുബായ് ഗവൺമെന്റിലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തതാണ്. മരുഭൂമിയിലെ കൃഷി സാധ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്തുകൊണ്ട് കൃഷി ലാഭകരമായി കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്. ഞാൻ എന്റെ ഈ പ്രവാസി ജീവിതത്തിൽ എന്റെ നാട്ടിലുള്ള പൈതൃക സ്വത്ത് സംരക്ഷിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള, എനിക്ക് അതിനുവേണ്ടിയുള്ള ഒരു പ്രൊഫഷണൽ എൻവയറമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ജോയ്സുമായിട്ട് കൈകോർത്ത് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ മെമ്പർഷിപ്പാണ് എങ്ങനെ ഇതിന്റെ ജോയിൻ ചെയ്യുന്ന? റാഡാറിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് iOS-ലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. അപ്പം iOS-ല് ഇതിന്റെ അത് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള ഇഫ് യു വാണ്ട് മോർ വാല്യൂ ആഡഡ് ഫീച്ചേഴ്സ് ദെൻ ദർ ആർ സാറ്റലൈറ്റ് ഫാമിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ ചെലവുള്ള കാര്യങ്ങളാണ്. സോ അത് വളരെ നോമിനൽ ആയിട്ട് ഒരു 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ ചെലവിൽ നമ്മുടെ പ്രവാസികൾക്കും നാട്ടോടെ സഹോദരങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഇതിലുള്ളത്. ഒരു മാർക്കറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് കർഷകരെയും പ്രവാസികളെയും നാട്ടിലുള്ള കർഷക സഹോദരങ്ങളെയും ഇവിടെയുള്ള
പ്രവാസി സഹോദരങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് റാട്ടാർ ചെയ്യാൻ ചെയ്യുന്നത്. അതിലോ ഇപ്പൊ എത്ര പേര് ഉണ്ടാവും സാറിനെ ഫോളോ ചെയ്യുന്ന? As of now, the app has been downloaded by around 10,000 people. Okay. ഞങ്ങളിത് തുടങ്ങിയത് 2024 ആസ് ആൻ ഐഡിയ. കോവിഡിന് മുമ്പേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഗവൺമെന്റ് ലെവലിലാണെങ്കിലും അതിന്റെ സർട്ടിഫിക്കേഷൻസ് ചെയ്യുകയും അതിന്റെ റെക്കഗ്നേഷൻസ് ചെയ്യുകയും അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. നൗ ദ ടെക്നോളജി ഈസ് ഡെവലപ്ഡ്, വി ഹാവ് എവറിഥിങ് ഈസ് റെഡി. ഇനി ഈ ആശയം ഈ ഒരു ആശയത്തിന്റെ എക്സിസ്റ്റൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ സെന്നിച്ചേട്ടനാണെങ്കിലും ഇപ്പോഴല്ലേ നമ്മളിപ്പോ SBയുടെ മീറ്റിന് വന്നപ്പോഴല്ലേ സെന്നിച്ചേട്ടൻ പോലും അറിയുന്നത്. എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴല്ലേ സെന്നിച്ചേട്ടൻ ഇത് അറിയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് എങ്ങനെയാ ഇതിന്റെ ഓവർഹെഡ് കോസ്റ്റ് എന്താ വരാനുള്ളത്? നമ്മളിപ്പോ സാറിന്റെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് സാറിന് ആരെയും വിടുവോ ഈ പ്രോപ്പർട്ടി കാണാനും ചെയ്യാനും സജഷൻ തരാനും? തീർച്ചയായിട്ടും. നമ്മുടെ പ്രോപ്പർട്ടി മണ്ണ് പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ ലോക വിപണിയിലേക്ക് അവിടെ ഉണ്ടാകുന്ന കൃഷി വിഭവങ്ങൾ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രം സീഡിംഗ് ടു ടേബിൾ എന്നുള്ളതാണ് നമ്മളുടെ ആപ്തവാക്യം തന്നെ. ഫ്രം ഫാം ടു യുവർ ഡൈനിങ് ടേബിൾ എന്നുള്ളതാണ്. അതായത് സെന്നിച്ചേട്ടന്റെ നാട്ടിലെ പറമ്പിലെ വാഴ കൃഷി ചെയ്ത് ആ വാഴയിൽ ആ വിഭവങ്ങള് ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എത്തിക്കുന്ന സംവിധാനമാണ് റാട്ടാർ. So what the owner gets and what is the owner's cost? Owner gets in the sense you're getting, your property is maintained. Your not maintained, professionally maintained. Yeah, we will advise you. Okay. We will come to your property and കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും 140 നിയോജക മണ്ഡലത്തിലും റാട്ടാറിന്റെ വില്ലേജ് ഹബ്സ് തുടങ്ങണമെന്നാണ്. അതായത് 140 സംരംഭകരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം. അതിനുശേഷം കേരളത്തിലുള്ള 4000-ൽ പരം പഞ്ചായത്തുകളിൽ ഓരോ റാട്ടാർ ഹബ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കേരളത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഒരു റാട്ടാർ ഹബ് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എൻവിഷൻ ചെയ്തിരിക്കുന്നത്. Okay. So what is the limit of the property? What is the minimum requirement of the plot and what is the highest plot size? As such, there is no minimum. അര ഏക്കർ ആണെങ്കിലും 10 സെന്റ് ആണെങ്കിലും ഞങ്ങള് ശ്രമിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലുള്ളത് സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് എന്നുള്ളതാണ്. അപ്പം റാട്ടാർ ഹബ്ബുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം വലിയ കൃഷിയിടങ്ങളുള്ള കർഷകർക്കും ചെറിയ കൃഷിയിടങ്ങളുള്ള കർഷകർക്കും ഒരേപോലെ സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ റാട്ടാറിന് സാധിക്കും. സോ ചെറിയ കൃഷിയിടങ്ങളുള്ളവർക്ക് കൂൺ കൃഷി പോലെയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഒക്കെ ആയിട്ട് നമുക്ക് എന്റർപ്രണർഷിപ്പ് സംരംഭകത്വം നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭ്യമാക്കി കൊടുക്കുക, പരിശീലനം ലഭ്യമാക്കി കൊടുക്കുക. നമ്മൾ SB കോളേജിന് 25 സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് കൊടുത്തു ഈ കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ കാത്തലിക്കറ്റ് കോളേജിലും റാന്നി സെന്റ് തോമസ് കോളേജിലും ഇപ്പോൾ തൊടുപുഴ ന്യൂമാൻ കോളേജിലും ഒക്കെ ചെറുപ്പക്കാരിലേക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവരെ ബിസിനസ്സുകാരാക്കാനായിട്ട് കാർഷിക അനുബന്ധമായ ബിസിനസ് നമ്മുടെ സമുദായത്തിന്റെ കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത് കൃഷിയാണ്. ആ കൃഷിയാണ് നമ്മളെയൊക്കെ എന്റെ കർമ്മമാർക്ക് മലബാറിന് പോയത് കൃഷി ചെയ്ത് മക്കൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണെങ്കിലും കൃഷി ആരെങ്കിലും ചെയ്താലല്ലേ നമ്മൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മളുടെ ഭക്ഷണം ജെന്യുവനായിട്ടുള്ള മറ്റ് സമുദായക്കാരുടെ ഉപദ്രവങ്ങളില്ലാണ്ട് അവരുടെ ദൈവങ്ങൾക്ക് സമർപ്പിക്കാത്ത നല്ല ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കണമെന്നുള്ള ആ വലിയ ആശയത്തെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാറിന്റെ കുടുംബ പശ്ചാത്തലം അറ്റ്ലാന്റയിലുള്ള ഫാമിലിയെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും. എന്റെ മിസ്സസ് സിനി അവളൊരു അധ്യാപികയാണ്, കെമിസ്ട്രി അധ്യാപികയാണ്. എന്റെ കുഞ്ഞുങ്ങള് എനിക്ക് ആൻഡ്രിയ മോള് അവളിപ്പോ മെഡിസിൻ കഴിഞ്ഞ് ഇപ്പം ബ്രൗൺ യൂണിവേഴ്സിറ്റിയില് റെസിഡൻസി ചെയ്യുന്നു. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി ഡുറാമിൽ നിന്നാണ്, നോർത്ത് കരോളിനയിൽ നിന്നാണ് മെഡിസിൻ ചെയ്തത്. അതുപോലെ തന്നെ ചേട്ടായിയുടെ നാട്ടിൽ നിന്നാണ് അവള് അണ്ടർഗ്രാഡ് ചെയ്തത്, റൈസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പിന്നെ കുഞ്ഞുമോള് ഇപ്പം just she graduated from high school and she's going to college in St. Louis, വാഷിയിലേക്ക്. അല്ല മോൾ എന്റെ ലൈനിലാണ്, മൂത്ത മോള് സിനിയുടെ ലൈനിലാണ്, കുഞ്ഞുമോള് ഹ്യൂമാനിറ്റീസിലാണ്. സാറിന് ഫ്യൂച്ചറിൽ എന്താ സാർ ആഗ്രഹിക്കുന്നത്? ഈ ഒരു
ബിസിനസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നാണ്? ഞാനൊരു അധ്യാപകനാണ്. വരും തലമുറയെ സംരംഭകത്വത്തിന്റെ മൂല്യം നമ്മളുടെ മലയാളികളുടെ ഇടയ്ക്ക് ജോലി എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. ആസ് എ ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണൽ, ഐ ബിലീവ് വെൻ യു ആർ an entrepreneur and when you work for yourself, the community and the society and the country prosper more. Because when you work for yourself, you can work 24 hours. If you work for somebody, you will work only 8 hours if you are a good worker. Right. Otherwise, Yeah, limited. Yeah. Limited hours. Correct. And the wealth that you create is out of 8 hours and out of 24 hours is 24 times. That is true. So, ഈ റാട്ടാറിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സാറ് അനുഭവപ്പെടുന്ന ഏറ്റവും ഡിഫിക്കൽറ്റി എന്താണ്? ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഈ ആശയം സാധ്യമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നഷ്ടമാണെന്നുള്ള പൊതുബോധം അത് തെറ്റാണ്. കൃഷി ചെയ്യേണ്ട പോലെ ചെയ്താൽ ഏറ്റവും മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും ആദ്യത്തെ ജീവിതമാർഗമാണ്, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് അറിയാവുന്ന ഏറ്റവും ആദ്യത്തെ പ്രൊഫഷനാണ് കൃഷി. ആ കൃഷി നഷ്ടമാണെന്നുള്ള മലയാളിയുടെ തെറ്റിദ്ധാരണയാണ് മറ്റുള്ള സംസ്ഥാനക്കാർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അവരാണ് അതിന്റെ ലാഭം കൊയ്യുന്നത്. ആരെങ്കിലും കൃഷി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. Everyone needs food, you know. Everyone needs food. And why don't you create or rather cultivate your own food? Absolutely. At least you're sure what you're eating. Yeah. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെന്നാണ് പറയുന്നത്. നമ്മള് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കിട്ടുന്ന വിഷം കഴിച്ച് നമ്മള് മലയാളി വിഷമായി മാറുന്ന മലയാളി കൊലയാളിയായി മാറുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അതെ. സാറിനോട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ഇതിന്റെ ഒരു വളർച്ച നെക്സ്റ്റ് 10 years എവിടെ ആയിരിക്കും എന്ന് സാർ വാട്ട് ഈസ് യുവർ തിങ്കിങ് നൗ? ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷണ സുരക്ഷയെ കുറിച്ചും ദൈവം അനുഗ്രഹിച്ചു നമുക്കിപ്പോ മേഘാലയ ഗവൺമെന്റ് ഈസ് യൂസിങ് അവർ ടെക്നോളജി. they have white labeled നമ്മുടെ ആപ്ലിക്കേഷൻ ആണ് മേഘാലയ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. നമ്മളാണ് ആദ്യമായിട്ട് ജാക്ക് ഫ്രൂട്ടിന് ഒരു ടെക്നോളജി ഉണ്ടാക്കിയത്. കാരണം ലോകത്തിലെ ഏറ്റവും ജാക്ക് ഫ്രൂട്ട് ചക്കയാണ് രാജാവെന്നല്ലോ. നമ്മുടെ കമ്പനിയാണ് ജാക്ക് ഫ്രൂട്ടിന് ആപ്ലിക്കേഷൻ ചക്കയ്ക്ക് മാപ്പായി എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. സോ നമ്മളുടെ ഈ സംരംഭം കൊണ്ട് ആദ്യമേ ഉദ്യമിക്കുന്നത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിലും മെഡിസിനൽ പ്ലാന്റ്സിലുമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും സ്പൈസസ് ആണെങ്കിൽ അതെല്ലാം വ്യവസ്ഥാപിതമായ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ട്, ബോർഡുകളുണ്ട്, കേര ബോർഡുണ്ട്, റബ്ബർ ബോർഡുണ്ട്. സോ അവയിലൊന്നും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടർ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും മെഡിസിനൽ പ്ലാന്റ്സുമാണ്. സോ നമ്മളിപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, അത്തരം കൃഷികൾ ആസൂത്രിതമായിട്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ കർഷകർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു ആശയത്തിനെ വ്യാപകമാക്കാനായിട്ടാണ്. അത് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് കർണാടകയിലും കർണാടക ഗവൺമെന്റിന്റെ ഒക്കെ സപ്പോർട്ട് നമുക്കുണ്ട്. സോ പ്രത്യേകിച്ച് കേന്ദ്ര കാർഷിക സർവകലാശാലയുടെ വലിയ ഗവേണിങ്ങും സപ്പോർട്ടും നമുക്കുണ്ട്. സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ എന്തെങ്കിലും സാറിന് പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും. എന്റെ ഇമെയിൽ ഐഡി anil@ratar.com, anil@ratar.com എന്നാണ് എന്റെ ഇമെയിൽ അഡ്രസ്. എന്റെ ഫോൺ നമ്പർ 404-484-4295. Again 404-484-4295. താങ്ക് യു അനിൽ ബ്രോ. ഇത്രയും വിശദമായ ഒരു കാര്യം സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എന്റെ സന്തോഷം. എനിക്ക് ഈ അവസരം തന്നതിന് സെലിച്ചേട്ടയ്ക്ക് നന്ദി. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഹൈപ്പോത്തിക്കലാണ്. സാറിനെ കൊണ്ട് കേരളത്തിലൊരു കൃഷിക്കാരനെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംരംഭകനെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് കേരളീയർക്ക് ഉണ്ടാവുമോ? ഇല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാനിവിടെ അമേരിക്ക വന്നിട്ട് തിരിച്ചു പോയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 50 മാനേജ്മെന്റ് കൺസൾട്ടന്റ് റിസോഴ്സസ് ഗുജറാത്തിൽ ചെയ്ത ബിസിനസ് കേരളത്തിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് തിരിച്ചു പോയത്. പക്ഷെ തിരിച്ചു പോയപ്പം അവിടെ ഒന്നേന്ന് തുടങ്ങുന്നതിന് പകരം അമേരിക്കയിൽ വന്നിട്ട് ഒന്നേന്ന് തുടങ്ങാനായിട്ടും ഇതൊക്കെ തമ്പുരാന്റെ പദ്ധതികളാണ്. അപ്പൊ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ഡയാസ്പൊറ എന്നുള്ള ആശയം പോലും ഉണ്ടാകുമായിരുന്നു. ആശയം ഉണ്ടാവുമെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതിനുവേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ എന്നെ ഇവിടെ തമ്പുരാൻ എത്തിച്ചത്. താങ്ക് യു സോ മച്ച്. സാറിന്റെ ഇന്നത്തെ അവാർഡ് ദാനം കാണാൻ ദൈവം ഞങ്ങൾക്ക് എനിക്ക് അവസരം ഉണ്ടാക്കട്ടെ. താങ്ക് യു സോ മച്ച്. യു വെൽക്കം. ഒത്തിരി നന്ദി. അങ്ങയുടെ ഗുഡ് വിൽ.
Ladies and gentlemen, we now come to one of the most anticipated moments of today's convention, the award distribution ceremony. Awards are not merely recognitions. They are expressions of gratitude, respect and appreciation for dedication, service and achievement. I respectfully invite His Eminence George Jacob Cardinal Koroka and His Grace Mar Thomas Tharayil to kindly present the awards. As the names are announced, we request the award recipients to kindly come to the stage promptly. First one goes to the business and entrepreneurship category. Anil Augustine, a 1985 graduate of St. Bergman's College, is an Atlanta, Georgia resident. Professionally, an agri-tech entrepreneur, co-promoter at Radar Innovations Private Limited. Radar is ambition to modernize the agriculture and farming industry across the globe as a marketplace aggregator. Incorporated in the year 2022 and recognitions of Start UP India, Kerala State Startup Missions and the prestigious IARI Pusa Krushi Institute, New Delhi. A management graduate by academics, a teacher in public school system and an erstwhile corporate consultant by profession. And it truly makes our alumni proud to be recognized and acknowledged. Please welcome Anil Augustine. Another award in the Business and Entrepreneurship category, Dr. Anthony Satyadas. Dr. Anthony Satyadas was a student of St. Bergman